സാറേ, ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ചർച്ച ചെയ്യുന്നത് ഡൽഹി തിരഞ്ഞെടുപ്പ് ഫലമാണ്. ആ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഇന്ത്യയിലെ സമുന്നതരായ 3 നേതാക്കളുടെ സജീവമായിട്ടുള്ള മത്സരം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഒന്ന്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2, ആം ആദ്മി പാർട്ടിയുടെ നേതാവ് കേജ്രിവാൾ. 3, ഇന്ത്യ മുന്നണിയുടെ നേതാവ്, പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള രാഹുൽ ഗാന്ധി. ഇവർ 3 പേരും ഒരുമിച്ച് സജീവമായി നിന്ന് നടക്കുന്ന തിരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് ഡൽഹിയിൽ മാത്രമേ കഴിയുള്ളൂ. എന്താണ് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് എന്ന് പറയും? ഡൽഹിയിലെ വോട്ടർമാർ ഇന്ത്യയിലെ ഏറ്റവും പ്രബുദ്ധരായ സമ്മതിദായകരാണെന്നാണ് നമ്മളുടെ സങ്കല്പം. അത് ഏറെക്കുറെ മധ്യവർത്തികളായ വോട്ടർമാർ തിങ്ങിപ്പാർക്കുന്ന ഇന്ത്യൻ മെട്രോപോളിസാണ് ന്യൂഡൽഹി, ഇന്ത്യൻ തലസ്ഥാനം ഉൾപ്പെട്ട ന്യൂഡൽഹി. അവിടെ ഇപ്പോൾ നടന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പ് വേറൊരു സംസ്ഥാനത്തും നടക്കാത്ത തിരഞ്ഞെടുപ്പിൻ്റെ വീറും വാശിയും പ്രകടിപ്പിച്ചുകൊണ്ട് ദേശീയ പാർട്ടികളുടെ നേതാക്കളെല്ലാം സജീവമായി അവിടെ വന്നു. എന്തായിരുന്നു ഈ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, അത് ഈ തലസ്ഥാന നഗരം ഉൾപ്പെട്ട സംസ്ഥാനമായതുകൊണ്ടാണ്. എന്നാൽ ഒരു ഫുൾ സംസ്ഥാനത്തിൻ്റെ പദവി ആ ഡൽഹിക്കില്ല ഇപ്പോഴും. അവിടുത്തെ പോലീസിനെ ഭരിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടമാണ്. അപ്പോൾ പോലീസ് ഭരണമില്ലാത്ത മറ്റ് ഭരണ സ്വാതന്ത്ര്യമെല്ലാമുള്ള ഡൽഹിയിൽ ഇപ്പോൾ നടന്ന ഒരു തിരഞ്ഞെടുപ്പ് വീറും വാശി മുമ്പെങ്ങും ഇല്ലാത്തതിനേക്കാൾ വളരെ കൂടുതലായിരുന്നു. സത്യത്തിൽ ഇപ്പോഴത്തെ ഈ തിരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായി വന്നിട്ടില്ലെങ്കിലും നമുക്ക് അവിടുത്തെ ട്രെൻഡ് വ്യക്തമായി കഴിഞ്ഞു, ആര് അവിടെ ഭരണത്തിലേക്ക് വരുന്നുവെന്ന്. ഈ കഴിഞ്ഞ 3 ആഴ്ചയ്ക്കുള്ളിൽ അവിടെ നടന്നത് ഇന്ത്യയിലെ ഭരണത്തിന് ഡൽഹിയിലെ ജനങ്ങൾ സമ്മതിച്ചു കൊടുത്തിരിക്കുന്ന പേര് ഇപ്പം നരേന്ദ്രമോദിയുടേതാണ്. പ്രതിപക്ഷ നേതാവും അവിടുത്തെ മുൻ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളും അവിടെ ഡൽഹിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അസ്വീകാര്യരായി തീർന്നിരിക്കുന്നു. കോൺഗ്രസ് ആണെങ്കിൽ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് തന്നെ ഡൽഹിയിൽ സംപൂജ്യരാണ്. ഒരു 70-1 സീറ്റ് പോലും അവർക്ക് കിട്ടിയിട്ടില്ല. ഈ തവണയും അവർ ആദ്യഘട്ടത്തിൽ 1-2 സീറ്റിൽ ലീഡ് ചെയ്തുവെങ്കിലും ഈ അവസാനത്തെ സൂചന അനുസരിച്ച് അവർക്ക് വലിയ ഒരു സീറ്റൊന്നും കിട്ടാനിടയില്ല എന്നതാണ്. വീണ്ടും സംപൂജ്യരാകുമോ എന്ന് വേണം കരുതാൻ. അപ്പോൾ രാഹുൽ ഗാന്ധിയേക്കാൾ ജനങ്ങൾക്ക് സ്വീകാര്യത, ഡൽഹി ജനങ്ങൾക്ക് സ്വീകാര്യത നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയുടെ 10 വർഷം നീണ്ട കേന്ദ്രഭരണവും ഇപ്പോൾ അദ്ദേഹം ഡൽഹിയിലെ ജനങ്ങളുടെ മാൻഡേറ്റ് തേടി ഇറങ്ങിയപ്പോഴുള്ള സ്വീകാര്യതയും വച്ചുകൊണ്ട് നമുക്ക് നരേന്ദ്രമോദിയെ ഇന്ത്യയിലെ ജനങ്ങൾ സാർവത്രികമായി സ്വീകരിക്കുന്നു എന്ന ഒരു നിഗമനത്തിലെത്താൻ കാരണമാകും. ഡൽഹി തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ തുടക്കത്തിൽ സാർ സൂചിപ്പിച്ചു, നമ്മുടെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി, അതേപോലെ തന്നെ അവിടുത്തെ വോട്ടർമാരെ പരിശോധിച്ച് ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരരായിട്ടുള്ള വോട്ടർമാർ, അതെ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ കൃത്യമായ രീതിയിൽ വിലയിരുത്താൻ കഴിവുള്ളവർ. അതുകൊണ്ട് കഴിഞ്ഞ 10 വർഷങ്ങൾ നരേന്ദ്രമോദി 2 വട്ടം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലൊന്നും തന്നെ BJPക്ക് ഡൽഹി ഭരിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അതെ, അതിന് ആ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാട് എടുക്കാനായിട്ടുള്ള കരുത്തുള്ള ആളുകൾ എന്ന നിലക്ക് കൂടി അവരെ നമ്മൾ വിലയിരുത്തുക. പക്ഷേ എനിക്ക് തോന്നുന്നൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ ഇതുപോലെ ജനാധിപത്യവൽകൃതമായ ഒരു കാഴ്ചപ്പാട് ഡൽഹിയിലെ വോട്ടർമാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സംശയമാണ്. 1958 മുതൽ 1993 വരെ ഡൽഹി എന്ന് പറയുന്നത് പ്രസിഡൻഷ്യൽ റൂളിലായിരുന്നു. പ്രസിഡന്റ് ഭരണം, രാഷ്ട്രപതി ഭരിക്കുകയായിരുന്നു ഇത്. എന്നുവെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് അതിലൊന്നും യാതൊരു വിധമായിട്ടുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല മത്സരത്തിൽ. ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള പ്രഗത്ഭയായിട്ടുള്ള പ്രധാനമന്ത്രി ഇന്ത്യ ഭരിച്ച സമയത്ത് പോലും അവർക്ക് ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് നടത്താനായിട്ട് ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ രാഷ്ട്രപതി ഭരണം അവിടെ നടപ്പിലാക്കിയിരുന്നത് എന്നുള്ളതാണ്. പിന്നെ അതിന് മാറ്റം വരുന്നത് 93 അല്ലേ? അതെ, 93 മാറ്റം വരുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് BJPയുടെ അധികാരത്തിൽ വരുന്നതാണ്. അതെ, മദൻലാൽ ഖുരാനയായിരുന്നു ആദ്യത്തെ അവരുടെ മുഖ്യമന്ത്രി. പക്ഷേ പിന്നെ എന്താണ് അതിന് സംഭവിച്ചത്? മദൻലാൽ ഖുരാനയുടെ നേതൃത്വത്തിൽ വന്ന BJP ഭരണം ജനങ്ങൾക്ക് മടുപ്പൊന്നും ഉളവാക്കിയില്ല. പക്ഷേ BJPക്കകത്ത് അത് ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. BJP ഒരു ടേമിൽ 5 വർഷത്തെ ഒരു ടേമിൽ 5 വർഷത്തിനിടയിൽ 3 മുഖ്യമന്ത്രിമാരെ പരീക്ഷിച്ചു. അവസാനം സുഷമ സ്വരാജായിരുന്നു
ഈ ഡൽഹി മുഖ്യമന്ത്രിയാകുന്ന ആൾ ഒന്നീ കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാകും, ഇല്ലേ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും രാഷ്ട്രീയ ദൗത്യം വരും. ബിക്കോസ് അവിടെ തുടർച്ചയായി ഒരു ഭരണം കൺസിസ്റ്റൻ്റായിട്ട് നിർത്തിക്കൊണ്ടു പോകുവാൻ BJP നേതൃത്വം അവിടുത്തെ മുഖ്യമന്ത്രി അനുവദിച്ചില്ല. അത് എന്തെങ്കിലും BJPക്കകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ആ 5 വർഷം മാത്രമേ ഇതിനു മുമ്പ് BJP ഡൽഹി ഭരിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, ഇന്ദിരാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എന്തുകൊണ്ട് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയില്ല എന്നത്. ഇത് ഇത്രയും ദീർഘകാലം പ്രസിഡന്റ് റൂൾ നിലനിന്ന ഒരു പ്രദേശം ഇന്ത്യയിൽ വേറെങ്ങുമില്ല. അപ്പോൾ ഡൽഹി തുടർച്ചയായിട്ട് അത് കേന്ദ്രഭരണ പ്രദേശമാക്കി നിലനിർത്തുന്നതിൽ എല്ലാ അർത്ഥത്തിലും ഒരു യൂണിയൻ ടെറിട്ടറി എന്ന നിലയിലല്ലാതെ ഒരു സംസ്ഥാന പദവി ഉണ്ടായിട്ടും എന്തോ ചില കോൺസ്റ്റിറ്റ്യൂഷണൽ വശത്തിൻ്റെ പിൻബലത്തോടുകൂടി ദീർഘകാലം പ്രസിഡന്റ് റൂൾ, ഇല്ലെങ്കിൽ സാധാരണഗതി 6 മന്ത്സേ പറ്റുള്ളൂ, 6 മാസമേ മാക്സിമം. ഭരണഘടനയുടെ സാധാരണ അതിൻ്റെ ഒരു പ്രൊവിഷൻ അനുസരിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി കൂട്ടി കൊടുക്കാം എന്നേ ഉള്ളൂ. ഇത് തുടർച്ചയായിട്ട് ഇത്രയും ദീർഘകാലം 3-3.5 ദശാബ്ദം ഡൽഹി രാഷ്ട്രപതി ഭരണത്തിലായിരുന്നു. അതിൽ കുറച്ചു കാലം നെഹ്റുവിൻ്റെതാണ്, പിന്നീട് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയുടെ 17 വർഷത്തെ പ്രൈം മിനിസ്റ്റർഷിപ്പിൽ ഒരിക്കൽ പോലും തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. പിന്നെ ഇടയ്ക്ക് വന്ന 77 വന്ന ജനതാ ഗവൺമെൻറ്റും ഡൽഹി ഭരണത്തിൽ ഒരു ജനാധിപത്യം കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചില്ല. അല്ല, അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് കേന്ദ്രഭരണ പ്രദേശത്ത് എന്ന നിലക്ക് എല്ലാ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലിരിക്കണം. എങ്കിലും എനിക്ക് തോന്നുന്നത് ഡൽഹി സംസ്ഥാനം ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇല്ല. അപ്പോൾ അതിനകത്ത് വേറെ കാര്യമുണ്ട്. അപ്പോൾ ഡൽഹി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷിക്ക് ഒരിക്കലും ഡൽഹിയിലെ വോട്ടർമാരിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇല്ല, എന്നും ഉണ്ടല്ലോ അതിനോട്ട്. ഇന്ന് അതിപ്പോൾ കഴിഞ്ഞ 2 ടൈമിലും BJPക്കും അങ്ങനെ തന്നെയായിരുന്നു. BJPയിൽ വിശ്വാസം അവർക്കുണ്ടായിരുന്നില്ല. BJP ഒരു തവണ BJPയാണ് പിന്നീട് ഈ തുടർച്ചയായി കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസക്കുറവ് കാരണം അവർ തിരഞ്ഞെടുപ്പ് രാഷ്ട്രപതി ഭരണം അവസാനിപ്പിച്ചത് BJPയാണ്. അന്ന് പക്ഷേ അവർക്ക് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് നേരത്തെ സൂചിപ്പിച്ച മദൻലാൽ ഖുറാന മുഖ്യമന്ത്രിയായി. മദൻലാൽ ഖുറാനയോടൊപ്പം തന്നെ സുഷമ സ്വരാജ് വരുന്നതിന് മുമ്പ് സാഹിബ് സിംഗ് വർമ്മ ഇടക്കാലത്തും മുഖ്യമന്ത്രിയായി. അദ്ദേഹം 96 മുതൽ 98 വരെ. 98-ൽ സുഷമ വന്നിട്ട് അതേ വർഷം തന്നെ അവർക്ക് തിരഞ്ഞെടുപ്പിൽ ഒഴിയേണ്ടി വന്നു. അതേ വർഷം അവരെ തോൽപ്പിച്ചത് ഷീലാ ദീക്ഷിത്താണ്. പിന്നെ ഷീലാ ദീക്ഷിത്തിൻ്റെ 15 വർഷം തുടർച്ചയായിട്ട് അത് അവരുടേതായ ഒരു ട്രിക്കിലൂടെ. അതായത് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് കരിസ്മയുടെ പുറത്ത് വേണമെങ്കിൽ ഡൽഹി കൊണ്ടു നടക്കാം എന്നാണ് ഷീലാ ദീക്ഷിത് പഠിപ്പിച്ചത്. 3 ടേം അവർ കണ്ടിന്യൂസ് ആയിട്ട് വിജയിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും കൊണ്ടുപോയി. അത് 98 മുതൽ 2013 കെജ്രിവാൾ വരുന്നത് വരെ അവരുടെ കയ്യിൽ നിന്ന് അത് കോൺഗ്രസ് മിടുക്കായിട്ട് കാണാനും പറ്റില്ല. പിന്നെ മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ കാണുന്ന റിസൾട്ടുകളെല്ലാം പരിശോധിക്കുന്ന സമയത്ത് ഭരണത്തിൻ്റെ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ കസേരയുടെ കാലിളക്കുന്നത് അവിടെ അഴിമതി തന്നെയാണ്. ഷീലാ ദീക്ഷിത്തിനെയും അടിച്ചോടിച്ചത് അഴിമതിയായിരുന്നു. കോൺഗ്രസ് അഴിമതിയിൽ മുങ്ങിയതിൻ്റെ ഫലമായിട്ട് അവർ പുറത്താക്കപ്പെട്ടു. അഴിമതി വിരുദ്ധനെന്ന ഒരു ഇമേജുമായിട്ട് കേജ്രിവാൾ വന്നു. അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാൾ ഭരിച്ചു. അത് അവസാനം നമുക്കറിയാം മദ്യ കേസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അഴിമതിയിലെത്തി എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. ആ അഴിമതി തന്നെയാണ് അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയിരിക്കുന്നത്. അത് തന്നെ അഴിമതിക്കെതിരെ ചൂലെടുത്ത് വന്ന ആം ആദ്മി പാർട്ടിയുടെ നേതാവ് കെജ്രിവാൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മത്സരിച്ചപ്പോൾ ഒരു ഇന്ത്യൻ പത്രം കൊടുത്ത ഹെഡ്ലൈൻ ഞാനിപ്പോഴും ഓർക്കുന്നു. എവരി വാൾ ദർ ഈസ് കെജ്രിവാൾ എന്നായിരുന്നു. ഇപ്പോൾ എവരി വാൾ ദർ ഈസ് നത്തിങ്. ശരിയാണ്. അത് അല്ല, അദ്ദേഹം തന്നെ പഠിക്കേണ്ട ഒരു കാര്യം അഴിമതി എങ്ങനെയാണ് ഈ ചൂല് പോലെ തൂത്ത് മനുഷ്യനെ പുറത്താക്കുന്നതെന്ന് ഒരു എതിരാളികളിലൂടെ മാത്രമല്ല അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ അങ്ങനെ തെളിയിക്കപ്പെട്ടൊരു സംഭവമാണത്. അതെ അതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ ഭരണാധികാരികൾക്കും ഒരു പാഠമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അതാണ്.